അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫയാ ഇഖ്വാനി ഫില്ലാ, മഹാനായ ഇബ്നു ബത്താൽ റഹിമഹുല്ലാ അബുൽ ഹസൻ അലി ഇബ്നു ഖലഫ് എന്ന പേരുള്ള മഹാനായ പണ്ഡിതൻ വഫാത്താകുന്നത് ഹിജ്റ 449-ലാണ്. അദ്ദേഹത്തിൻ്റെ സഹീഹ് ബുഖാരിയുടെ ഷറഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസിൻ്റെ വിശദീകരണമായി പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഇപ്രകാരമാണ്. ഹദീസ് അൽ മലായികത്തു തുസല്ലി അല അഹദിക്കും, മലക്കുകൾ നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. മാ ജാമ ഫി മുസല്ലാഹുല്ലദി സല്ലാ ഫീഹി, ഒരുത്തൻ നിസ്കരിച്ച് ആ മുസല്ലയിൽ തന്നെ ഇരിക്കുന്ന കാലമത്രയും സമയമത്രയും മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. മാ ലം യുഹ്ദിസ് ഫീഹി, അവൻ്റെ വുളു പോകാത്തിടത്തോളം കാലം അവൻ ആ മുസല്ലയിൽ ഇരിക്കുകയാണെങ്കിൽ മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. എന്താണ് മലക്കുകൾ പറയുക? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ റഹംഹു. അല്ലാഹുവേ നീ അവന് റഹ്മത്ത് ചെയ്യണമേ, അല്ലാഹു നീ അവന് പുറത്തു കൊടുക്കണമേ എന്ന് മലക്കുകൾ ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അവൻ എത്ര സമയമാണോ ആ നിസ്കാരം കഴിഞ്ഞ് അവൻ ആ മുസല്ലയിൽ ഇരിക്കുന്നത്, നിസ്കരിച്ചിടത്ത് ഇരിക്കുന്നത്, പള്ളിയിലിരിക്കുന്നത്, അത്രയും സമയം അവന് വേണ്ടി മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അവൻ്റെ വുളു അവനുള്ളിടത്തോളം കാലം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഇബ്നു ബത്താൽ റഹിമഹുല്ലാ പറയുന്നത്, മൻ കാന കസീറ ദുനൂബ്, ആർക്കെങ്കിലും ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുള്ള ആളുകൾ, വ അറാദ അൻ യഹുത്തഹ അല്ലാഹു അൻഹു ബിഗൈരി തഅബിൻ, അള്ളാഹു അവൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ബിഗൈരി തഅബിൻ, പ്രയാസം കൂടാതെ, കൂടുതൽ അധ്വാനമില്ലാതെ അവൻ്റെ പാപങ്ങൾ അള്ളാഹു മായ്ച്ചു കളയണം എന്ന് വല്ലവനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവനാണ് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അവൻ്റെ പാപങ്ങൾ അധ്വാനം കൂടാതെ, കൂടുതൽ പ്രയാസവും ക്ഷീണവും കൂടാതെ അള്ളാഹു അവനിൽ നിന്ന് മായ്ച്ചു കളയണം എന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ട പണി എന്താണ്? ഫൽയഗ്തനിം മുലാസമത മുസല്ലാഹു ബഅദ സ്വലാ, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവൻ്റെ മുസല്ലയിൽ ഇരിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കട്ടെ. ആ മുസല്ലയിൽ ഇരിക്കുക എന്ന കാര്യം അവൻ ഉപയോഗപ്പെടുത്തട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് അവൻ നിസ്കാരശേഷം അവൻ നിസ്കരിച്ചിടത്ത് തന്നെ ഇരിക്കുന്നത്? ലിയസ്തക്സിറ മിൻ ദുആഇൽ മലായികതി വസ്തിഗ്ഫാരിഹിം ലഹു, മലക്കുകളുടെ പ്രാർത്ഥന അവന് ധാരാളമായി ലഭിക്കാൻ, മലക്കുകളുടെ ഇസ്തിഗ്ഫാർ, മഗ്ഫിറത്തിനു വേണ്ടിയിട്ടുള്ള, പാപമോചനത്തിനു വേണ്ടിയിട്ട് മലക്കുകളുടെ ആ പ്രാർത്ഥന, അവന് ലഭിക്കുന്ന പ്രാർത്ഥന ധാരാളമായി അവന് കണ്ടെത്താൻ വേണ്ടി, ലഭിക്കാൻ വേണ്ടി അവൻ നിസ്കരിച്ചിടത്ത് തന്നെ ഇരിക്കുന്ന കാര്യം ശ്രദ്ധിക്കട്ടെ എന്നാണ് ഇബ്നു ബത്താൽ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കുക എന്നുള്ളത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിന് കൂടുതൽ അധ്വാനമില്ലാതെ, കൂടുതൽ ത്യാഗമില്ലാതെ അള്ളാഹു നമ്മൾക്ക് മഗ്ഫിറത്ത് നൽകാൻ കാരണമാകുന്ന ഒരു പ്രവർത്തനമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ഇരിക്കാൻ, നിസ്കരിച്ചിടത്ത് പള്ളിയിൽ, അതിന് കൂടുതൽ അധ്വാനം ആവശ്യമില്ല, ഇരുന്നു കൊടുത്താൽ മതി. കൂടുതൽ ക്ഷീണം ആവശ്യമില്ല, ഇരുന്നു കൊടുത്താൽ മതി. നമ്മുടെ വുളു പോകുന്ന സമയം എപ്പോഴാണ് നമ്മുടെ വുളു നഷ്ടപ്പെടുന്നത്, എത്ര സമയമാണ് നമ്മൾ അവിടെ ഇരിക്കുന്നത്, വുളുവോടുകൂടി എത്ര സമയം അവിടെ ഇരിക്കുന്നുണ്ട്, അത്രയും സമയം മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. നിരന്തരം പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുവിന് റഹ്മത്ത് ചെയ്യണമേ, അല്ലാഹുവിന് പുറത്തു കൊടുക്കണമേ. മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ ആ മുസല്ലയിൽ നിന്ന് എണീറ്റ് പോകുന്നത് വരെ, അല്ലെങ്കിൽ നമ്മുടെ വുളു നഷ്ടപ്പെടുന്നത് വരെ. വലിയ നേട്ടമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ അല്ലാഹു തആല പൊറുക്കാൻ നിരവധി കാരണങ്ങൾ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്, നിസ്കാരശേഷം നിസ്കരിച്ചിടത്ത് തന്നെ ഇരിക്കുക എന്നുള്ളത്. അല്ലാഹു തആല ഈ ഒരു കാര്യം, ഈ ഒരു വലിയ നേട്ടം ലഭിക്കുന്ന, പുണ്യം ലഭിക്കുന്ന, മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന കാര്യം ജീവിതത്തിൽ ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.